നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മാരക തോൽവി അല്ലാതെ എന്തു പറയാൻ? ഇപ്പോഴിതാ ഗോവിന്ദൻ ഉത്തരം മുട്ടി നടക്കുന്നു. പിണറായി വിജയനാവട്ടെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വിറ. ജനം ചോദിക്കുന്നു, മറ്റാരുണ്ട് ഇതുപോലെ തോൽക്കാൻ? അത്ര അഹന്ത നിറഞ്ഞ ഒരു പരസ്യവാചകമായിരുന്നു LDF തൊടുത്തത്. മറ്റാരുണ്ട് കേരളത്തെ നയിക്കാൻ? ഈ ചോദ്യം എല്ലാവരുടെയും ഉള്ളിൽ തട്ടി. ബാലറ്റ് പേപ്പർ എടുത്തു നോക്കിയപ്പോൾ മറ്റു പലരും, പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾ, അങ്ങ് കുത്തിക്കൊടുത്തു. പിണറായി വിജയനും കൂട്ടരും നേരെ അറബിക്കടലിലേക്ക്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 15ഓളം കാരണങ്ങളുണ്ട് ഈ പടുതോൽവിക്ക്. ഭരണകൂടം ജനങ്ങളിൽ നിന്ന് അകന്നതോടെ ജനങ്ങൾ ഭരണകൂടത്തെ പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അത് ഒരൊന്നൊന്നര പണിയായിപ്പോയി. ഭരണവിരുദ്ധ വികാരം ഇത്രയേറെ ശക്തമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ ഭരണാധികാരിക്ക് കഴിഞ്ഞില്ല. തങ്ങളുടെ ഭരണാധികാരി നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ആ പാർട്ടിയിലോ ഭരണ സംവിധാനത്തോ നട്ടലുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അഥവാ ഏതെങ്കിലും തലത്തിൽ വിമർശനങ്ങളുടെ മുരടനക്കിയവരെ വെട്ടിയൊതുക്കി. അതുകൊണ്ടാണ് 20 മന്ത്രിമാരിൽ 13 പേരും തോറ്റമ്പിയത്. കപ്പൽ മുങ്ങുമ്പോൾ കാഴ്ചക്കാരനായി നിൽക്കാൻ മാത്രമേ കപ്പിത്താനായി പിണറായി വിജയന് കഴിഞ്ഞു. ഒടുവിൽ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാവരും കപ്പിത്താനും കടലിൽ മുങ്ങുന്നു. സമാനതകളില്ലാത്ത പരാജയം. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ. 10 വർഷത്തെ ഭരണ മികവ് ഉയർത്തിക്കാട്ടി വികസനത്തിൻ്റെ പേരിൽ വോട്ടുപിടിക്കാനിറങ്ങിയ ഇടതുപക്ഷം, ഒരൊറ്റ ക്യാപ്റ്റൻ, ഒരൊറ്റ നായകൻ പിണറായി. ഒടുവിൽ പിണറായി തോറ്റമ്പിയതോടെ ആ മുന്നണി അണ്ടപടലം ചീറ്റി. സർക്കാരിൻ്റെ മുഖങ്ങളായിരുന്ന പ്രമുഖ മന്ത്രിമാരുടെ പതനം അങ്ങ് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ പ്രകടമാണ്. KB ഗണേഷ് കുമാർ ജ്യോതികുമാറിനോട് തോറ്റു. ആറന്മുളയിലെ വീണ ജോർജിന് ഒരു റൗണ്ടിൽ പോലും മുന്നിലെത്താൻ കഴിഞ്ഞില്ല. ഏറ്റുമാനൂരിൽ VN വാസവനും ഇടുക്കിയിലെ റോഷി അഗസ്റ്റിനുമൊക്കെ ഏറ്റുവാങ്ങിയത് വമ്പൻ തോൽവികൾ. P രാജീവ് കളമശ്ശേരിയിലും ഇരിങ്ങാലക്കുടയിൽ ഡോക്ടർ R ബിന്ദുവും പരാജയപ്പെട്ടു. തൃത്താല തിരിച്ചുപിടിച്ച് MB രാജേഷിനെ തറപറ്റിച്ചു. പാർട്ടി കോട്ടയായ എലത്തൂരിൽ AK ശശീന്ദ്രൻ വീണു. മാനന്തവാടിയിൽ OR കേളു, കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരൊക്കെ പരാജയപ്പെട്ടു. മണ്ഡലം മാറി മത്സരിച്ച അബ്ദുറഹ്മാനെയും ജനം പഞ്ഞിക്കിട്ടു. കഴിഞ്ഞ തവണ 50,000-ൽ പരം വോട്ടിന് ജയിച്ച ധർമ്മടത്ത് പിണറായി വിജയനെ ഇക്കുറി കടത്തിവിട്ടത് സൂചിക്കുഴലിലൂടെ. കഷ്ടിച്ച് 20,000-ൽ താഴെ ഭൂരിപക്ഷം മാത്രം. CPI മന്ത്രിമാരെയും പാഠം പഠിപ്പിച്ചു ജനങ്ങൾ. ചുരുക്കത്തിൽ എടുത്തുടുക്കുകയായിരുന്നു കേരള ജനത. പിണറായി വിജയൻ്റെ അഹന്ത മന്ത്രിമാരിലേക്കും പടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഉറച്ച കോട്ട പോലെയാണ് അവർ പലപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ളത്. തികഞ്ഞ ആത്മവിശ്വാസം മുഖത്ത് പ്രസരിപ്പിച്ചുകൊണ്ട് അഹന്തയുടെ ഭാഷയിൽ ആ മന്ത്രിസഭ ജനങ്ങളോട് സംസാരിച്ചു. ജനങ്ങൾ അവരെ ആട്ടിപ്പായിച്ചു. അധികാരത്തിൻ്റെ ധാർഷ്ട്യം, പ്രതിപക്ഷത്തോടുള്ള അനാദരവ്, ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് ഈ സർക്കാരിനെ അകറ്റി. ഭരണകൂടം ജനങ്ങളിൽ നിന്നകന്നപ്പോൾ അവരെ പാഠം പഠിപ്പിക്കാൻ വോട്ടർമാർ ഉറച്ചൊരു തീരുമാനമെടുത്തു. UDF കോട്ടകളിലേക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വശത്ത് വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റൽ, മറുവശത്ത് സുകുമാരൻ നായർ ഇടയ്ക്ക് പിണറായി വിജയൻ്റെ കാൽക്കൽ വീഴുന്ന കാഴ്ച. ഈ രണ്ട് കാഴ്ചകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇളക്കി. ചുരുക്കത്തിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം UDFന് പിന്നിൽ അണിനിരന്നു. ഒപ്പം മുസ്ലിം ലീഗ് കൂടി ചേർന്നതോടെ ഒരു സമുദായം അപ്പാടെ UDF ക്യാമ്പിൽ. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച പൊന്നാനിയും രൂപീകരണ കാലം മുതൽ KT ജലീലിനൊപ്പം നിന്ന തവനൂരുമൊക്കെ ചുവപ്പിൽ നിന്ന് തെന്നിമാറി. ചുരുക്കത്തിൽ മലപ്പുറത്തിൻ്റെ ഭൂപടം തങ്ങളുടേതാക്കി UDF അങ്ങ് മാറ്റിവരച്ചു. തവനൂരിൽ VS ജോയി എന്ന യുവനേതാവിനെ രംഗത്തിറക്കി UDF നടത്തിയ പരീക്ഷണം ഒടുവിൽ വൻ വിജയം. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങൾ പലപ്പോഴും കേരളത്തിൽ വലിയ ചർച്ചയായി. ചുരുക്കത്തിൽ ന്യൂനപക്ഷ ഏകീകരണം തന്നെയാണ് ഇക്കുറി UDFനെ വിജയത്തിലെത്തിച്ച ഒന്നാം ഘടകം. രണ്ടാം ഘടകം പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തോടുള്ള എതിർപ്പ്. വെറുപ്പെന്ന വാക്ക് സാധാരണ ജനങ്ങൾ വരെ സംസാരിച്ചു തുടങ്ങി. വെറുക്കപ്പെട്ടവനായി പിണറായി. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് വെറുക്കപ്പെട്ടവൻ എന്ന തലത്തിലേക്ക് പിണറായി അധംപതിച്ചതോടെ ജനമൊന്ന് തീരുമാനിച്ചു, ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഒരു ഉഗ്രൻ പണി കൊടുക്കുക. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ പിണറായി വിജയൻ്റെ ഏകപക്ഷീയമായ പല തീരുമാനങ്ങളും ഭരണശൈലിയും ഇപ്പോൾ പാർട്ടിയിലെ അടിമക്കമ്മികൾ ചോദ്യം ചെയ്യുന്നു. ഭരണ തുടർച്ചയുടെ അമിത ആത്മവിശ്വാസമാണ് പിണറായിയെ ചതിച്ചത്. ഒപ്പം കുടുംബവും പാർശ്വവർത്തികളും ചേർന്ന് പിണറായിയുടെ കീഴിൽ ഒരു വൻ ലോബി സൃഷ്ടിക്കപ്പെട്ടു. പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലിയും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവുമാണ് ഈ ഭരണകൂടം തകർന്ന് വീണുടയാനുള്ള രണ്ടാമത്തെ കാരണം. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണകൂടത്തെയും പാർട്ടിയെയും വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ പാർട്ടി അണികൾ തന്നെ തീരുമാനമെടുത്തു. അങ്ങനെയാണ് സഖാക്കൾ പിണറായിയെ തോൽപ്പിക്കുക എന്ന കടുങ്കൈക്ക് മുതിർന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഭാര്യ ശ്യാമളയും ചേർന്നാണ് CPMനെയും ഭരണകൂടത്തെയും തോൽപ്പിച്ച മൂന്നാമത്തെ ഘടകം.
എം.വി. ഗോവിന്ദൻ ഒരു മാരക അബദ്ധമായി CPM-ന്. കണ്ണൂരിലെ കോട്ടകളിലുണ്ടായ വിള്ളലിനൊരൊറ്റ കാരണം മാത്രം എം.വി. ഗോവിന്ദൻ്റെ വിഡ്ഢിത്തങ്ങൾ. ഒപ്പം ഭാര്യ ശ്യാമളയുടെ അധിക പ്രസംഗം. സ്വന്തം തട്ടകത്തിൽ പോലും വിജയമുറപ്പിക്കാൻ കഴിയാത്ത സംസ്ഥാന സെക്രട്ടറി ഇനി കസേരയിലിരുന്നാൽ സഖാക്കൾ എറിഞ്ഞോടിക്കും. അതുതന്നെയാണ് ഗോവിന്ദൻ നേരിടുന്ന അഗ്നിപരീക്ഷ. ഈ ഇടതുപക്ഷ സംവിധാനം തകർത്തടിയാനുള്ള മൂന്നാമത്തെ കാരണം എം.വി. ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി ഒരു മാരക തോൽവിയായി മാറിയത്. നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പാർട്ടി അധികാരങ്ങളിൽ ഇടപെടുന്നതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നതും സാധാരണ സഖാക്കളെ ചൊടിപ്പിച്ചു. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം ഇതുതന്നെ. അതുകൊണ്ടാണ് CPM-ൽ നിന്ന് വിമതന്മാർ ഒന്നടങ്കം പുറത്തേക്കിറങ്ങിയപ്പോൾ അതിനൊപ്പം സഖാക്കളും അണിനിരുന്നത്. അമ്പലപ്പുഴയിൽ G. സുധാകരനും പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ T.K. ഗോവിന്ദനും അതിൻ്റെ പ്രതീകങ്ങളായി. ഒടുവിൽ പാർട്ടി തന്നെ പാർട്ടിയിൽ നിന്ന് ഒലിച്ചുപോയി. ഇതാണ് നാലാമത്തെ കാരണം. ചരിത്രപരമായ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ പരാജയങ്ങളിൽ നിന്നും ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് ഈ പാർട്ടി എന്ന് പാർട്ടി സഖാക്കൾ വിശ്വസിക്കുന്നു. എന്നാൽ അതിനു മുൻപ് ആകെയൊന്ന് വെടുപ്പാക്കണം. ക്യാപ്റ്റനെ അവിടെ നിന്ന് തുടച്ചു മാറ്റണം. പിന്നെ എം.വി. ഗോവിന്ദനെയും ഭാര്യയും ഒക്കെ ഒന്ന് കൂടിയിറക്കണം. ഒരു പുതു നേതൃത്വത്തിനെ പാർട്ടിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണം. അതാണ് സഖാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനൊരൊറ്റ വഴി, ഈ ഭരണകൂടം എറിഞ്ഞുടയ്ക്കുക. മാധ്യമങ്ങളുടെ ഇടതുവിരുദ്ധ നിലപാടുകൾ പരാജയത്തിന് കാരണമായി എന്നാണ് CPM വിലയിരുത്തൽ. എന്നാൽ സംഗതി മറ്റൊന്നാണ്. സോഷ്യൽ മീഡിയയും ചാനലുകളുമൊക്കെ വിലക്കെടുക്കാൻ ശ്രമിച്ച CPM-ൻ്റെ ശ്രമവും അടവ് നയവുമാണ് നാലാമത്തെ കാരണം. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ ഏകാധിപത്യം, എം.വി. ഗോവിന്ദൻ എന്ന മഹാപരാജയം, മാധ്യമങ്ങളെ വില കൊടുത്ത് കയ്യിലെടുക്കൽ തുടങ്ങിയ എല്ലാ ചടങ്ങുകളും പൊളിഞ്ഞു. മറുവശത്ത് പിണറായി വിജയൻ്റെ PR തന്ത്രങ്ങൾ പാളി. പിണറായി വിജയൻ്റെ എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ എന്ന തന്ത്രം പാളി പണ്ടാരമടങ്ങിയതാണ് അഞ്ചാമത്തെ കാരണം. പിണറായിയോടുള്ള പക, വെറുപ്പ് അത് ജനങ്ങളിൽ കത്തിയാളി. അരുതാത്തത് പലതും ഈ സർക്കാർ ചെയ്തുകൂട്ടി. അങ്ങനെ ആറാമത് കാരണമായി ആശാ വർക്കർമാരുടെ ആ സമരം. ഒന്നും രണ്ടുമല്ല, വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 9 മാസമാണ് ആ പാവങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത്. SUCI നേതൃത്വം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ അവരെ അവഗണിച്ചു. എന്നാൽ ജനങ്ങൾ അവരെ അവഗണിച്ചില്ല, ജനങ്ങൾ ചേർത്തു നിർത്തി. പാട്ടവൃക്കികളുടെ സമരം എന്ന് CPM പരിഹസിച്ച ആശാ വർക്കർമാർ കേരളത്തിൻ്റെ ഹൃദയസ്പന്ദനമായി മാറി. PSC റാങ്ക് പട്ടികയുടെ കാലാവധി കൂട്ടിയില്ല, പിൻവാതിൽ നിയമനം, സ്വജനപക്ഷപാതം. ഒടുവിൽ കേരളത്തിലെ യുവജനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ അവരെയും നിർദ്ദയം അടിച്ചൊതുക്കുകയായിരുന്നു ഈ ഭരണകൂടം. അവരും ഈ സർക്കാരിനെതിരെയുള്ള ഒരു വികാരത്തിൻ്റെ ഭാഗമായി. അതാണ് ഏഴാമത്തെ കാരണം. ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും അറിയാനെന്ന പേരിൽ ഒരു ബസ് അലങ്കരിച്ച് ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ഒരു നാട്ടുയാത്ര നടത്തി. ഏറെ ഗംഭീരമായിരുന്നു ആ യാത്ര. ജനങ്ങളെ തല്ലിയൊതുക്കി രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പാവം യൂത്ത് കോൺഗ്രസ്സുകാരെ എറിഞ്ഞും അടിച്ചും ഓടിച്ച ആ രാജവാഴ്ച, ആ കിരാത നീക്കം ജനങ്ങളിൽ വലിയ പ്രകമ്പനമുണ്ടാക്കി. കറുപ്പിനോടുള്ള വെറുപ്പ് വലിയ ചർച്ചയായി. ഒടുവിൽ പിണറായി വിജയൻ എന്ന വെറുക്കപ്പെട്ട നേതാവിനെ ജനം ആട്ടിയകറ്റാൻ തീരുമാനിച്ചു. അതാണ് എട്ടാമത്തെ കാരണം. ശബരിമല അയ്യപ്പൻ്റെ പൊന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ CPM-ന് വോട്ടില്ല എന്ന് വിശ്വാസികൾ മനസ്സിൽ കുറിച്ചിട്ടു. അതായിരുന്നു 9ാമത്തെ കാരണം. ശബരിമല സന്നിധാനത്ത് നിന്ന് കൊള്ളയടിച്ച ഈ CPM-നെ ഇനി അധികാരത്തിലെത്തിച്ചാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്ന് പാവം വിശ്വാസികളും ജനങ്ങൾക്കും മനസ്സിലായി. CPM-ൻ്റെ അതിവിശ്വസ്തരായ 2 ബോർഡ് പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടും അവർക്കെതിരെ ചെറുവിരലനക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല. അവർ എന്തെങ്കിലും തങ്ങൾക്കെതിരെ ഒരു മൊഴി കൊടുത്താൽ CPM പാർട്ടി തന്നെ ഒലിച്ചു പോകുമെന്ന പേടിയാണ് CPM-നെ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വിലക്കിയത്. LDF-ലും CPM-ലുമൊന്നും ചർച്ച ചെയ്യാത്ത പിണറായി വിജയൻ്റെ ഏകാംഗ നടപടികൾ, പലതും ഏകാധിപത്യ ശൈലിയിലുള്ളത്. ക്യാബിനറ്റിൽ മുഖ്യമന്ത്രി അങ്ങ് പ്രസ്താവിക്കും, മറ്റുള്ളവർ മുരടനക്കാൻ പാടില്ല. ഇതാണ് PM ശ്രീയിലും സംഭവിച്ചത്. ഒടുവിൽ BJP-യിലേക്ക് പിണറായി വിജയൻ വല്ലാതെ ഒട്ടിച്ചേരുന്നു എന്ന് CPI തന്നെ വിമർശിച്ചു. ഇതിനിടയിൽ ആരോഗ്യമേഖല വെന്റിലേറ്ററിലായ കഥ നമ്മൾ കേട്ടു. ഒന്നും രണ്ടുമല്ല, പലവിധ സംഭവങ്ങൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് വലിയ പരാജയമായി. ഒരിക്കൽ KK ശൈലജയൊക്കെ സമർത്ഥമായി കൈകാര്യം ചെയ്ത ആരോഗ്യവകുപ്പിനെ എടുത്ത് വെന്റിലേറ്ററിലിടുക മാത്രമല്ല, അത് തികച്ചും ജനവിരുദ്ധമാക്കി മാറ്റുകയും ചെയ്തു വീണ ജോർജ്. ഇതായിരുന്നു 10ാമത്തെ കാരണം. ഒരു കാലത്ത് CPM-ൻ്റെ നെടുംതൂണായി നിന്ന സർക്കാർ ജീവനക്കാർ പിന്നീടിപ്പോൾ CPM-നെ പാലം വലിച്ചു. പണി അത് അറിഞ്ഞു കൊടുക്കുക തന്നെ ചെയ്തു സർക്കാർ ജീവനക്കാർ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാത്തതും ശമ്പള പരിഷ്കരണം നീണ്ടുപോയതും ജീവനക്കാരിൽ അമർഷത്തിന് കാരണമായി. അടുത്ത കാരണമെന്ന് പറയുന്നത് ഭരണകൂടത്തിലുണ്ടായ വിള്ളലുകളാണ്. IAS-കാരും IPS-കാരും തമ്മിലടി, IAS-കാർ തമ്മിലടി ആകെ നാനാവൃതമായി.
മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന IASകാർക്ക് മാത്രമേ അവിടെ സ്ഥാനം ലഭിക്കൂ എന്ന സ്ഥിതിവിശേഷം. ബി അശോക് IASും പ്രശാന്തുമൊക്കെ മുഖ്യമന്ത്രിക്കും CPMനുമെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഭരണകൂടത്തെ അവർ എടുത്തുടുത്തു. എല്ലാറ്റിനും അപ്പുറം മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്ന ചോദ്യം അത് ജനത്തിൻ്റെ ചങ്കിൽ കൊണ്ടു. അതാണ് അടുത്ത കാരണം. മറ്റ് പലരുമുണ്ട് എന്ന് ജനമങ്ങ് കാട്ടിക്കൊടുത്തു. ഇത്ര ധാർഷ്ട്യം നിറഞ്ഞ ഒരു മുദ്രാവാക്യം അതുതന്നെയാണ് പിണറായിയെ തോൽപ്പിച്ച ആത്യന്തിക കാരണവും. നികേഷ് കുമാറിന് ഒരുപക്ഷെ പിണറായിയോട് തീർത്താൽ തീരാത്ത പകയുണ്ടാവാം. തൻ്റെ പിതാവിനെ ദ്രോഹിച്ച പഴയ കണക്കൊന്ന് തീർക്കണമല്ലോ. അതായിരിക്കാം നികേഷ് കുമാറിൻ്റെ തന്ത്രങ്ങൾ LDFനെ ഇത്രമേൽ അധംപതനത്തിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും PR സ്റ്റണ്ടുകൾക്കായി വലിയ തോതിൽ പണം വാരിക്കോരി അവർ ചെലവിട്ടു. സർക്കാരിൻ്റെ പല വൻ പദ്ധതികളും ടെൻഡർ വിളിക്കാതെ ഊരാളുങ്കലിന് സമർപ്പിച്ചു. പാർട്ടിക്കാരനാണെങ്കിൽ എന്തും നേടാം എന്ന അവസ്ഥ. ഒടുവിൽ ജനം എടുത്തുടുത്തു. പിണറായി വിജയനെ ചുറ്റിപ്പറ്റി ഒരുപാട് അവതാരങ്ങൾ ഇതിനിടയിൽ ജന്മമെടുത്തു. ദുബായ് കേന്ദ്രീകരിച്ചും മറ്റൊരു ഭരണ സംവിധാനവും. ഇതൊന്നും ജനങ്ങൾക്ക് അത്ര സുഖിച്ചില്ല. ലോകോത്തര ഫുട്ബോളർ മെസ്സിയെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിപ്പുകൾ, അതിന് ചില ചാനലുകളും കൂട്ടുനിന്നു. ഇതൊക്കെ ജനത്തിനങ്ങ് മനസ്സിലായി. ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ് ഈ സർക്കാർ കാട്ടിക്കൂട്ടിയത്. സർക്കാർ ജനവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയാൻ ഇതിൽ പരം എന്ത് കാരണങ്ങൾ. ഒടുവിൽ ജനം എറിഞ്ഞുടയ്ക്കുക തന്നെ ചെയ്തു. അവിടെയാണ് പിണറായി വിജയൻ വീണുടയുന്നത്. ഒപ്പം CPMനെ വെറുതെ അങ്ങ് തോൽപ്പിക്കുകയല്ല, മറിച്ച് കുഴിവെട്ടി അതിൽ കുഴിച്ചു മൂടുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വകതിരിവുള്ള ജനതയെന്ന് നമ്മളവരെ അഭിനന്ദിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.